അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. 6,90,000 രൂപ സ്വിഫ്റ്റിന്റെ വിലക്ക്. അതെ, സ്വിഫ്റ്റ് ആണോ ഇന്നോവ ആണോ ക്രിസ്റ്റ ആണോ എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാം. എങ്ങനെ വണ്ടി ആക്കണമെങ്കിൽ എന്തായാലും മിനിമം ഒരു 1.5 ലക്ഷം രൂപ കൊടുക്കണ്ടേ? 1 ലക്ഷം രൂപ കൺഫേം ആയിട്ട്. അല്ല, 1 ലക്ഷം രൂപ ആവൂല കുട്ടി. 2 ഹെഡ്ലൈറ്റിന് മാത്രം കൊടുക്കേണ്ട 10,000 രൂപ. എന്തൊക്കെ പറഞ്ഞാൽ 6,90 നിങ്ങൾ കണ്ണും. ഇത് ഫിക്സഡ് പ്രൈസ് ആണ്. നമ്മളെന്താ വമ്പം വിലക്കുറവ് എന്നൊന്നും പറയുന്നില്ല, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അല്ല, വിലക്കുറവ് 14 വണ്ടി നമുക്ക് ഒരു 9,90,000 രൂപയ്ക്ക് 4 വീൽ മാനുവൽ ആയതുകൊണ്ട് 4x4 മാനുവൽ 9,90 ഓലെ പേരിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ 11 രൂപ ചോദിക്കും. മുണ്ടി പറയുമ്പോൾ നമ്മൾ 10,45 കൊടുക്കും, 10.5 കൊടുക്കും. ഇനി എന്തെങ്കിലും ആണെങ്കിൽ അപ്പൊ പിന്നെയും കുറച്ച് കൊടുക്കും. വേറെ കാര്യം, നല്ലോണം മുണ്ടി പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും 13 വണ്ടിയല്ലടാ. ഒരു ടൊയോട്ടയുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നിർബന്ധമായും മിനിമം വന്ന് നോക്കിയാലും ചെയ്യണമെന്ന് ഞാൻ പറയുന്ന ഒരു ഷോറൂമാണ് നമ്മുടെ നൂർ മോട്ടോഴ്സ്. മലപ്പുറം ജില്ലയിലെ മോങ്ങത്താണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. മോങ്ങത്ത് നമ്മുടെ കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേ തന്നെയാണ് എക്സാക്ട് ലൊക്കേഷൻ. മോങ്ങം കഴിഞ്ഞിട്ട് വള്ളുവമ്പുറം എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെയാണ് ഇപ്പോൾ പുതിയ നമ്മുടെ നൂർ മോട്ടോഴ്സിന്റെ ഷോറൂം വന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് നോക്കിയാൽ ഈ പ്രാവശ്യം ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന നിരത്തിട്ടിരിക്കുന്ന ഈ ഫോർച്യൂണർ ആയിട്ട് 810 ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതായത് കേരളത്തിൽ മറ്റാരും കൊടുക്കാത്ത വിലയ്ക്ക് ഒരുപാടധികം ഓഫറുകളുമായിട്ട്, അതായത് ഒരു ഷോറൂമാർ നിങ്ങൾക്ക് തരാത്തൊരു ഓഫറാണ്. പകുതി പൈസ തരിക, വണ്ടി കൊണ്ടുപോവുക, ഒരാഴ്ച ഉപയോഗിക്കുക, എന്തെങ്കിലും പ്രശ്നമില്ല തിരിച്ചു തരിക, ഒരു കുഴപ്പമില്ല, ബാക്കി പൈസയും കൂടി സെറ്റില്ല. അത്രയും ധൈര്യത്തോടു കൂടി ഒരാളും ഇന്ന് കേരളത്തിൽ കച്ചവടം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്രയധികം ഓഫറുകളോട് കൂടിയിട്ട് നല്ല വില കുറച്ചിട്ട് കിടിലൻ ക്വാളിറ്റിയുള്ള വണ്ടികളാണ് എപ്പോഴും നമ്മുടെ നൂർദീൻ നമുക്ക് തരുന്നത്. നൂർദീൻ അതെ അതെ, സ്വാഗതം. നമസ്കാരം സ്വാഗതം. എന്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ? വളരെ സുഖമാണ്, വളരെ സന്തോഷമാണ്. നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത്. നമ്മൾ 100 വട്ടം അൽഹംദുലില്ലാ റാഹത്താണല്ലോ. നമ്മുടെ ആൾക്കാർ എന്നും നമ്മളെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യും. 100 വട്ടം നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത്. വേറെ കേസ് പറയട്ടെ, അപ്പൊ നമ്മൾ ഈ ഒരു ഷോറൂമിൽ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം കാണിക്കുന്ന ഒരേ സാധനം. അതെ, നമ്മുടെ അടുത്ത് മെയിൻ ആയിട്ട് ടൊയോട്ടന്റെ ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ. ഒരേ സാധനം അല്ല, എല്ലാ പ്രാവശ്യം 10-20 വണ്ടി വെച്ച് ഓരോ മാസം സെയിൽ ഉണ്ട്. അല്ല, അതുണ്ട്. വണ്ടികൾ നമ്മളിങ്ങനെ പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കണല്ലോ. എല്ലാവരും വിചാരിക്കും നമ്മൾ കഴിഞ്ഞ മാസം കാണിച്ചു തന്നെയാണ്. അല്ല, അതൊന്നും നോക്കണ്ട. പിന്നെ എന്താ വിലക്കുറവുണ്ടോ? വിലക്കുറവ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാക്സിമം വില കുറച്ച് നമുക്ക് ലാഭം എത്രയും കുറക്കാം. ഒരു കസ്റ്റമർക്ക് ഒരു വണ്ടി കൊടുക്കുമ്പോൾ ലാഭം നമുക്ക് എത്രയും കുറച്ച് കൊടുക്കാം. നഷ്ടത്തിനാണല്ലോ നമുക്ക് കൊടുക്കാതെക്കാൻ പറ്റുള്ളൂ. നഷ്ടത്തിന് കൊടുക്കുമ്പോൾ അടുത്ത വീഡിയോക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ന്യായമായിട്ട് നല്ല ക്വാളിറ്റി വണ്ടി മാക്സിമം വില കുറച്ച്, ഇതാണ് നമ്മളെ പണ്ടത്തെ ഹൈലൈറ്റ്. അത് നമ്മളൊരു ബ്രാൻഡ് നെയിം ആണ് ശരിക്കും. പിന്നെ ജനങ്ങൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് നമ്മൾ നോക്കണ്ട. ആൾക്കാരെ തൊള്ളി കയറി കുതിർക്കാൻ എന്നെ കൊണ്ടും പറ്റൂല. ആവശ്യമുള്ളവർ വരുന്നുണ്ട്, നല്ലത് നോക്കി എടുക്കുന്നുണ്ട്, അവർ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. അതാണ് അതിന്റെ സത്യം. നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങളൊരു ഇന്നോവന്റെ ടൊയോട്ടന്റെ ഇന്നോവ ആട്ടെ, ക്രിസ്റ്റ ആട്ടെ, ഫോർച്യൂണർ ആട്ടെ ആവശ്യക്കാരനാണെങ്കിൽ ഇങ്ങോട്ട് വരിക. അതെ, ഏത് വണ്ടി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. ന്യായമായ വിലക്ക് നമ്മൾ ഓരോ വണ്ടി ഇങ്ങോട്ട് എടുക്കും ചെയ്യും, നമ്മളെ വണ്ടി കൊണ്ട് കൊടുക്കും ചെയ്യും. ഇനി ഇതിലും വലിയൊരു ഹൈലൈറ്റ് ഞാൻ പറയാം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതിലൊക്കെ കുറച്ച് 50 രൂപ കുറച്ച് നിങ്ങളെ വണ്ടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിലക്കും വാങ്ങും. അതൊരു ഹൈലൈറ്റ് ആണ്. ഞാൻ ഈ പറയുന്ന വണ്ടികളൊക്കെ ആ മോഡലിലുള്ള അതേ കണ്ടീഷനിലുള്ള വണ്ടി ഞാൻ തരുന്ന വരയിലും കുറച്ച് 50 രൂപ കുറച്ച് ഇങ്ങോട്ട് ഞാൻ എടുക്കും. ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട്. അതെ, നല്ല ക്വാളിറ്റി വണ്ടികളാണ് നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുവരിക. അപ്പൊ പിന്നെ കൂടുതലൊന്നും പറഞ്ഞ സമയം വീഡിയോയിലേക്ക് പോകാം. ഈ പറഞ്ഞ ഒരു ഫോർച്യൂണർ എന്നാണ് കൊടുക്കുന്നത്. ഇതിപ്പോ ഏതാ മോഡൽ? ഇത് 2013 2 വീൽ ഓട്ടോമാറ്റിക്. 13 2 വീൽ ഓട്ടോമാറ്റിക്. അതെ. അതായത് നമുക്ക് പെട്ടെന്ന് വരുന്നത് മാക്സിമം ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് കൊണ്ട് വീഡിയോ തീർക്കാൻ വേണ്ടി. കാരണം അധികം ആർക്കും കാണാൻ സമയമില്ല. അതെ. ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഡീറ്റെയിൽ എന്നല്ല, നമ്മളെല്ലാ വീഡിയോയിലും പറയലുണ്ട്. നമ്മളെ 4 നമ്പർ കൊടുക്കുന്നുണ്ട്. 4 നമ്പറിലും കാറ്റലോഗ് ഉണ്ട്. അതിലെന്താ ചെയ്യുക, വിളിക്കുക. അഥവാ ഇൻകേസ് തിരക്കാണെങ്കിൽ കസ്റ്റമർ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ മക്കൾ ഫോൺ എടുക്കൂല. അതിനാരെന്ത് ചെയ്ത് കമന്റ് ഇട്ടാണ് തൂറി വാരി തേക്കരുത്, അത്രച്ച് പറയാറുള്ളൂ. ഒരു മെസ്സേജ് ഇട്ടാൽ കറക്റ്റ് റിപ്ലൈ തരും. അതുപോലെ തന്നെ ഏത് വണ്ടിയുടെ ഫുൾ ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു കോൺടാക്ട് ചെയ്താൽ. അപ്പൊ എന്തായാലും 13 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് 2,23,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ജെന്യൂൻ കിലോമീറ്റർ. റീ വണ്ടി ആണെങ്കിലും ഇതിനൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ. പിന്നെ ജെന്യൂൻ കിലോമീറ്റർ ആണെന്ന് പറഞ്ഞാണ്, അല്ലാന്ന് പറഞ്ഞാൽ അല്ല. എന്തിനാ നമ്മള് മാറ്റി പറയേണ്ട ആവശ്യം? സർവീസ് ചെയ്യേണ്ട ഒരു വണ്ടി ഓടൂല. അതെ. അത് പറഞ്ഞതാണ് ഇപ്പൊ അതിന്റെ പോയിന്റ്. നമ്മളെല്ലാ 10,000 കിലോമീറ്ററിലും ടൊയോട്ട ഷോറൂം എന്ന് ചെയ്താൽ അതിന് സർവീസ് ഹിസ്റ്ററി എന്ന് പറയും. എന്തായാലും 10,000 കിലോമീറ്ററിൽ ചെയ്യാതെ ആർക്കും ഈ വണ്ടി കൊണ്ടെടുക്കാൻ പറ്റൂല. പിന്നെ ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ ഈ കിലോമീറ്റർ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് ഒരു കണക്കിന് വെറുതെയാണ്. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അജോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളെന്താ പറയുക, ജാതി ഏതായാലും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. വണ്ടിയുടെ ക്വാളിറ്റി അത് അതർ സ്റ്റേറ്റ് ആവട്ടെ, കർണാടക ആട്ടെ, കേരള ആട്ടെ, തമിഴ്നാട് ആട്ടെ, HR ആട്ടെ, ഗുജറാത്ത് ആട്ടെ, ഗോവ ആട്ടെ, UP ആട്ടെ, ഏതായാലും വണ്ടി മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണോ ധൈര്യമായിട്ട് നിങ്ങൾക്ക്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഡൽഹിയിലും കേരളത്തിലാണെങ്കിൽ HR ആണ്, UP ആണ് ഇറങ്ങിയ വണ്ടികളെല്ലാം ഒരു എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതും വണ്ടിയുടെ ക്വാളിറ്റി മാത്രം. ഇത് നമ്മൾ 13 രൂപന്റെ വണ്ടിയാണ്. നമുക്ക് ഒരു 12,75,000 രൂപയ്ക്ക് 13 വണ്ടി കൊടുക്കാം. 12,70 ടു വീൽ ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാം. ചെക്ക് ചെയ്ത് മാത്രം എല്ലാ വണ്ടിയും ഞാൻ അത് വീഡിയോയിൽ അത് പ്രത്യേകിച്ച് പറയട്ടെ. വരുന്ന ആളുകൾക്ക് ആർക്കായാലും ഫോർമാനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക, കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഈ വണ്ടിയൊക്കെ നേർപകുതി പൈസ ഒരാളെ കണ്ട് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. ഓലെ മക്കളെ കല്യാണം ഉണ്ടാക്കാനൊന്നും അല്ല, എന്നാലും നമുക്കൊരു മനുഷ്യന്മാരെ കാണുമ്പോൾ ഉണ്ടാവുമല്ലോ ഒരു കാഴ്ചപ്പാട്.
ആളെ നമുക്ക് ജെനുവിനിറ്റി തോന്നി കഴിഞ്ഞാൽ നമ്മൾ 1 ലക്ഷം റുപ്യക്കോ 2 ലക്ഷം റുപ്യക്കോ 50,000 റുപ്യക്കോ ഞാൻ ഇവിടുന്ന് വണ്ടി ഡെലിവറി കൊടുത്ത ചരിത്രന്റെ കയ്യിലുണ്ട്. ഇന്നെന്താ വരെ ഒരാളെ പറ്റിച്ചിട്ടില്ല, ജാമാക്കിയിട്ടില്ല. അതിൽ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അത് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ആവശ്യക്കാരനാണെങ്കിൽ നമ്മൾ തരും. 10,000 2,000 കിലോമീറ്റർ ഓടിക്കുക, അത് വണ്ടിക്ക് പ്രസന്റ് തിരിച്ചു കൊടുക്കും. അതെ അതെ അതെ. അതുപോലെ തന്നെ ഈ കിടക്കണമെങ്കിലോ ഇത് 2012 4x4 മാനുവൽ വണ്ടി. 12 4x4 മാനുവൽ ആണ്. അതായത് ഈ അലോവിലൊക്കെ മാറ്റി ചെയ്താണ്. പുതിയതിന്റെ വീലിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ മോശമൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഗ്ലാസ് ഒക്കെ എന്തായാലും ഗ്ലാസ് ഒക്കെ മാറിയതാണ് കേട്ടോ. മെയിൻ ഗ്ലാസ് മാറിയാണ്. മെയിൻ ഗ്ലാസ് മാറാൻ അതും വേറെ ഒരു കോമഡിയാണ്. ഈ മെയിൻ ഗ്ലാസ് മാറുക എന്ന് പറഞ്ഞ വണ്ടി നമുക്കിപ്പോ ഒരു വണ്ടിയുടെ എഞ്ചിൻ റൂം തുറന്നു നോക്കി അറിയാൻ കഴിയുമല്ലോ. കോമഡി പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വണ്ടീന്റെ ഗ്ലാസ് ഒന്ന് പോളിഷ് ചെയ്യാൻ കൊണ്ടുപോയപ്പോ കുറെ സ്ക്രാച്ചസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു 5-6 വർഷം പഴക്കമായി. ഈ വർഷം മാറിയാലോ പുതിയ ക്ലാസ്സിൽ ഇല്ലാത്ത ക്ലാസ് അല്ലേ ഇടുന്നത് അല്ലേ? അല്ല, അത് ഇതിന്റെ ഒരു സത്യമാണ് ശരിക്കും. നമ്മളിപ്പോ ഒരു വണ്ടിക്ക് അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു വണ്ടിന്റെ ശരിക്കും നമ്മൾ പറയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, കമന്റ് അടിക്കും. ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ് മാറുക, അല്ലെങ്കിൽ പിന്നെ ബമ്പർ മാറുക, റേഡിയേറ്റർ കണ്ടൻസർ, ഇതൊക്കെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇത് വണ്ടി സംഗതി ഷോറൂമിൽ ചെല്ലുമ്പോൾ ഒരു പറയുന്നത് റീപ്ലേസ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ വണ്ടിയുടെ ഈ സാധനങ്ങളൊക്കെ മാറുന്നത് മേജർ ആക്സിഡന്റ്, എഞ്ചിൻ ഭാഗം, ചേസിസ് ഭാഗം, അപ്രോണിന്റെ ഭാഗം, ഇതൊക്കെയാണ് വലിയ കംപ്ലൈന്റ് ഉള്ളൂ. ഫ്ലഡ് ഒക്കെ ഉണ്ടോ നോക്കിയാൽ സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കി. അതുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് വണ്ടി നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നോളി. 100 വട്ടം ഗ്യാരണ്ടി നമ്മൾ പറയുന്നുണ്ട്. നഷ്ടപരിഹാരം വരും. അത് തരും. അതിന് നിങ്ങൾ ഒരു 12 4 വീൽ ഓട്ടോമാറ്റിക് അല്ല മാനുവൽ എന്താ 12 4x4 വണ്ടി നമ്മൾ 11,500 റുപ്യ നമ്മൾ ചോദിക്കും. 11 റുപ്യ കിട്ടി നമുക്ക് അവസാനമായിട്ട് കൊടുക്കാം. 11 ലക്ഷം രൂപ. ഇതിനൊക്കെ ലോൺ കയറാൻ മീൻസ് 2-3 ലക്ഷം രൂപയൊക്കെ മാക്സിമം പ്രൈവറ്റ് ഒക്കെ കയറുള്ളൂ. ബാങ്ക് ഒന്നും. അതെ അതെ, അത് ശ്രീരാമനെ പോണത്തെ പ്രൈവറ്റ് ബാങ്കുകളൊക്കെ കിട്ടും. അതെ അതെ, അറക്കണ പൈസ ആയിരിക്കും, ചെറിയ മാസങ്ങളെ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം റെഡി ക്യാഷ് എടുക്കുക അല്ലേ? അതെ അതെ അതെ. 11 ലക്ഷം രൂപയ്ക്ക് 12 വണ്ടി എടുക്കുക. അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് 2014 വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. 14 ഒറിജിനൽ കേരള, അതായത് TRD ഒക്കെ ചെയ്ത വണ്ടിയാണ്. അത് TRD കമ്പനിയിൽ തന്നെ ചെയ്തതാണ്. 2,50,000 റുപ്യ കമ്പനിയിൽ ചെയ്യാൻ വരാം. പുത്തൻ ടയറാണെന്ന് തോന്നുന്നു. അതെ അതെ, ടയറൊക്കെ നല്ല പുതുപുത്തൻ ടയറാ. അതെ. അതുപോലെ തന്നെ അപാകത ഉണ്ട്. ഒരു അപാകതയില്ല. 1.75 കമ്പനി സർവീസ് ഉണ്ട് വണ്ടി. ഗ്യാരണ്ടി മിൽക്കി വൈറ്റ് അല്ലേ? ഇത് മിൽക്കി വൈറ്റ് എന്ന് പറയാം, ആനക്കൊമ്പ് വൈറ്റ് എന്ന് പറയാം, പേള് വൈറ്റ് എന്ന് പറയാം, പാലും കളർ എന്നൊക്കെ പറയാം. അത് ഓരോരുത്തർക്ക് ഓരോ കമ്പാണല്ലോ. പ്യൂർ വൈറ്റ് അല്ല. അതെ 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 അതെ, ചെറിയൊരു ലൈറ്റ്. അതെ, കമ്പനി വരുന്ന കളർ അല്ലല്ല. അങ്ങനത്തെ കച്ചവടം ഒരുപോലെ വാങ്ങൂലല്ലോ. അല്ല, ഒരാൾക്ക് ഒറ്റടിക്ക് ഫുള്ളായിട്ട് നേരെ ബാധിക്കൂലല്ലോ. കുറേശ്ശെ നേരെ ബാധിക്കുള്ളൂ. 14 ഒറിജിനൽ കേരള വണ്ടി. ക്ലാസ് ഒന്നും മാറാത്ത വണ്ടി കേട്ടോ. പിന്നെ അത്യാവശ്യം മോശമൊന്നുമില്ല, നല്ല നീറ്റാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 16,25,000 റുപ്യാണ്. അതൊന്നും വേണ്ട, നമുക്ക് ഒരു 15,90 ഫൈനൽ കൊടുക്കാം. 2 വീൽ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി. 14 2 വീൽ ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള. പ്രോപ്പർ സർവീസ്, സീറോ ക്ലെയിം, ഗ്യാരണ്ടി ആണ് തരും. 1,75,000 കമ്പനി സർവീസ് ഉള്ള വണ്ടി. സർവീസ് ഉണ്ട് അല്ലേ? അതെ, അടിപൊളി. അത് നിങ്ങൾ 15,90 വരിക, ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക, കൊണ്ടുപോകാം. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു 10,40,000 റുപ്യന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ചെയ്ത്. ഇത് പറയുമ്പോ 40 ഹെഡ്ലൈറ്റ്, GR ഗ്രില്ലിന് 12,000, TRDക്ക് 20,000, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുമ്പോ സിമ്പിൾ ആണ്. കിഡിലൻ ഇന്റീരിയർ കേട്ടോ. ഇത് മോഡൽ ഏതാ? 2012 വണ്ടിയാണ്. മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്. അല്ല, മെയിൻ ക്ലാസ് മാറിയില്ല, 12 തന്നെയാണല്ലോ എഴുതിയിട്ടുള്ളത്. 12 നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് കണ്ടാണല്ലോ. എന്റെ അത്ര പ്രായം ഇല്ലല്ലോ എനിക്ക്, അതുകൊണ്ടാ. എന്തായാലും മെയിൻ ക്ലാസ്സിൽ എന്തായാലും 2012 മോഡല് 2 വീല് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ശരാശരി ഒരു കസ്റ്റമർ ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം റുപ്യന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഈ വണ്ടിയിൽ ചെയ്യണം. ഒന്നും ഇല്ലെങ്കിൽ ഒരു 50 റുപ്യ. 50 എന്താണോ? 50 ഇപ്പോഴത്തെ കാലത്ത് കാലിച്ചായ കിട്ടാത്ത കാലാണ്. എന്തായാലും നല്ല വണ്ടി, വണ്ടിനെ ഒരു മുഹബത്തുള്ള വണ്ടി, ഒരു മനുഷ്യൻ കണ്ടാൽ. അതെ അതെ, 2 വീൽ ഓട്ടോമാറ്റിക്. അതെ അതെ, 2 വീൽ ഓട്ടോമാറ്റിക്കിലെ ഫസ്റ്റ് വണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഇത് നല്ല അടിപൊളി ഹെഡ്ലൈറ്റ് ആണ്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് എന്താ പറയാ, നമ്മൾ പറയുമ്പോൾ 40,000 റുപ്യന്റെ ഈ 2 ഹെഡ്ലൈറ്റിന് മാത്രം വില. 50 റുപ്യ സംഗതി നടക്കൂല. തീർച്ചയായും. അതുപോലെ തന്നെ വേറെ അപാകതയൊന്നുമില്ലല്ലോ, പറയത്തക്ക മേജർ ആയിട്ടുള്ള ഒരു വിഷയങ്ങളും ഇല്ല. കിലോമീറ്റർ ഒന്നും നോക്കണ്ട, വണ്ടിയാണ്. എന്തായാലും വണ്ടിക്ക് നമ്മൾ വമ്പം വിലക്കുറവ് തന്നെ പറയാം. ബെർനോലാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് 11,000 റുപ്യാണ്. 11 റുപ്യ ഫൈനലി സംഗതി നമ്മൾ അവസാനിപ്പിക്കും. ഓട്ടോമാറ്റിക് 12 മോഡലാണ്. ഇത്രയും ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. അത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നോണ്ടി 10 ദിവസം സമയം ഞാൻ തരും. ഈ വണ്ടി നല്ല ഒരു വണ്ടി ആയാലും 10 ദിവസം കൊണ്ടുപോയിട്ട് മേജർ എന്ത് വിഷയം ഉണ്ടെങ്കിലും വണ്ടി തിരിച്ചു ഓടിക്കോളി. മൈനർ കേസ്, ചെറിയ പിന്നെ തലവേദന, പനി, ഇതൊക്കെ സ്വാഭാവികമാണ്. വയറിളക്കം വരുമ്പോൾ മാത്രം പേടിച്ചാൽ മതി. വയറിളക്കം എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാവും. മേജർ പ്രശ്നങ്ങൾ 11 ലക്ഷം രൂപ അല്ലേ? 11 ലക്ഷം റുപ്യ നമുക്ക് ഫിക്സ്ഡ് പ്രൈസ് ആയിട്ട്. 2 വീൽ ഓട്ടോമാറ്റിക് മാക്സിമം 1 ലക്ഷം റുപ്യയിലധികം ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. അതെ അതെ പറഞ്ഞാൽ മതി. അപ്പൊ എന്തായാലും
ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഏത് വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഓ 100 കേട്ടോ. എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മളെ സംവിധാനം ഇത് മുന്നോട്ട് പോകണ്ടേ. ആളുകൾ നമ്മൾ ഇതിൽ ഇങ്ങനെ കുറെ വയത് പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾ വന്ന് വണ്ടി ലൈക്കായി അങ്ങനെയാണല്ലോ ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പഴയ കാലഘട്ടം ഒന്നുമല്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇയ്യാലും ഞാനായാലും നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ് അതാണ് സംഭവം. അറിയുന്നില്ല, പക്ഷെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇപ്പൊ 150 സ്ഥലമുള്ളത് മോനെ. ആരാണോ നല്ല വണ്ടി വില കുറച്ച് നല്ല ഡീലിംഗിൽ കൊടുക്കണം ഓനെ വ്യാപാരം ഉണ്ടാവുള്ളൂ. വെറുതെ വയത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം സാധനം ഒന്നുകൂടി കാണിച്ചു തരാം. പക്ഷെ ഇതും ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് മാറിയാണ് DRL ഒക്കെ ചെയ്താണ് അല്ലേ? അതെ മോഡൽ ഇത് മോഡൽ ഒന്നാണ് ഗസ് ചെയ്താൽ സുമാർ പറഞ്ഞാൽ മതി. സുമാർ അല്ല പറഞ്ഞാൽ മതി. 2009 വണ്ടി കേട്ടോ അല്ലേ? 2009 മോഡൽ 10 റേസർ. അതായത് 90 വയസ്സായ വല്യമ്മക്ക് നമ്മളൊരു കാതിൽ ചിറ്റിട്ട് കൊടുത്തതാണ്. അത് മാത്രമല്ല അല്ല അങ്ങനെയാണ് നമ്മൾ. അതെ ഫ്രണ്ട് TRD ബാക്ക് TRD. സീരിയസ്ലി പറയാട്ടോ, ഇതിന്റെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കണ്ട ഒരിക്കലും 2009 എന്ന് പറയൂല. കാരണം ഇതിന്റെ അകത്ത് പറയുകയാണെങ്കിൽ ബോണറ്റ്, ഫെൻഡർ, അതുപോലെ തന്നെ ബമ്പർ, അതെ ഫ്രണ്ടേജ് മൊത്തം മാറണം. അതെ സാധനം മാറിയതാണ്. പക്ഷെ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ഇതിന്റെ അകത്ത് മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല. 200 വട്ടം ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാം. അതാണ് അത്ഭുതം തന്നെ കേട്ടോ. ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കിലോമീറ്റർ ഒന്നും പറയണ്ടല്ലോ. കിലോമീറ്റർ ഒന്നും പറയണ്ട. 2009 10 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി 30 വരെ പേപ്പറും ഉണ്ട്. 4 വീല് മാനുവൽ അല്ലേ? 4x4 മാനുവൽ. അങ്ങനെ ഇറങ്ങിയിട്ടുള്ളല്ലോ. ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ആണ്, മോശമൊന്നുമില്ല. കമ്പിയുള്ളവർക്ക് നമ്മൾ 4 ടയർ പുതിയത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കും. അതിന്റെ പൈസ വാങ്ങൂല. അല്ല അങ്ങനെയല്ല, അത്യാവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടില്ല, ആക്കി തരും. നമുക്ക് എന്താ വില അത് പറയും? ഇത് നമ്മളൊരു ഒറ്റ വില പറയുള്ളൂ, ഫിക്സ്ഡ് പ്രൈസ്. ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. 6,90,000 റുപ്യ സ്വിഫ്റ്റിന്റെ വിലക്ക്. അതെ, സ്വിഫ്റ്റ് ആണോ ഇന്നോവ ആണോ ക്രിസ്റ്റ ആണോ എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാം. എങ്ങനെ വണ്ടി ആക്കണമെങ്കിൽ എന്തായാലും മിനിമം ഒരു 1.5 ലക്ഷം റുപ്യ കൊടുക്കണ്ടേ? 1 ലക്ഷം രൂപ കൺഫേം ആയിട്ട്. 1 ലക്ഷം റുപ്യ ആവൂല കുട്ടി. 2 ഹെഡ്ലൈറ്റിന് മാത്രം കൊടുക്കേണ്ട 10,000 റുപ്യ. എന്തൊക്കെ പറഞ്ഞാൽ 6,90 നിങ്ങൾ കണ്ണും. ഇത് ഫിക്സ്ഡ് പ്രൈസ് ആണ്. നമ്മളെന്താ വമ്പം വിലക്കുറവ് എന്നൊന്നും പറയുന്നില്ല, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അല്ല വിലക്കുറവെന്നൊന്നും ഞാനും പറയുന്നില്ല. നമ്മളെ കുട്ടികളെ എപ്പോഴും സാറാക്കിയിട്ടാണല്ലോ പറയാം. റണ്ണിങ് എന്താ സ്ഥിതി? ഒക്കെയാണോ? റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് ഒരാഴ്ച ഉപയോഗിക്കുക. മേജർ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും തിരിച്ചു കൊണ്ടുവന്ന് തരാം. പിന്നെ എന്താ അതിലും വലിയ അതൊക്കെ ഉണ്ട്. കുട്ടി കണ്ണാടി അതിന് പറയാം, കുട്ടി മിറർ അതൊന്നും നോക്കണ്ട. അപ്പൊ 6,90 വേർത്താണ്. ലോണ് കാര്യങ്ങളൊന്നും കിട്ടൂല. നിങ്ങൾ റെഡി ക്യാഷ് എടുക്കാം. 6,90,000 റുപ്യ ഉള്ളവർക്ക് ഒരു ഫോർച്യൂണർ എന്നുള്ള ഒരു ആഗ്രഹം എന്ത് ചെയ്യാൻ സഫലീകരിക്കാൻ കഴിയും. അതാണ് അതിന്റെ സത്യം. ഈ കാണുന്നതാണെങ്കിലോ ഇത് 2014 4x4 മാനുവൽ തന്നെ. 14 4x4 മാനുവൽ. ഇതിനകത്ത് എടുത്ത് പറഞ്ഞ സംഭവം, ഇതിന്റെ ഡയമണ്ടിന്റെ ഒരു സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡയമണ്ടിന്റെ സ്റ്റീരിയോ, ഫ്രണ്ട് 360, ബാക്ക് 460. നല്ല സീറ്റ് കവർ അല്ലേ? പിന്നെ ടയർ ഭാഗങ്ങളും ഏകദേശം. വണ്ടി നിലവില് നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 14 മോഡല് 4x4 മാനുവൽ ആണ്. മെയിൻ ക്ലാസ് മാറിയിട്ടില്ലാന്ന് തോന്നുന്നു. ഇല്ല, മാറിയതല്ലേ? മെയിൻ ക്ലാസ് മാറിയാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ പോണ്ടിച്ചേരിക്കാരനാണ്. പോണ്ടിയാണ്. ഇനി പോണ്ടിക്കാർക്ക് വണ്ടികൾക്ക് ഈ നമ്പറിൽ നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. അതെ NOC എടുത്ത നഷ്ടം. ഇത് ഓരോ പേരിൽ നമുക്ക് ഡോർ നമ്പർ വെച്ചാണ് ചെയ്ത് കൊടുക്കാം. പോണ്ടിച്ചേരി വണ്ടി ഓടിച്ചു നടക്കണമെന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ 14 വണ്ടി എന്താ വില? 14 വണ്ടി നമുക്ക് ഒരു 9,90,000 റുപ്യക്ക് 4 വീൽ മാനുവൽ ആയതുകൊണ്ട് 4x4 മാനുവൽ 9,90 ഓലെ പേരിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. 9,80,90 അതൊക്കെ കൊടുക്കും. അതൊക്കെ ഇപ്പൊ ഇതിന്റെ സ്വാഭാവികമല്ലേ. നമ്മൾ 10-15 റുപ്യക്കോ 25 ഒരാളെ നമ്മൾ തെറ്റിച്ച് വിടൂല. അത്ര ഇപ്പൊ നമുക്ക് പറയാൻ കഴിയും. വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് തന്നേ വിടുള്ളൂ. വന്നാൽ നിങ്ങൾ പെട്ടുമോ നിങ്ങൾ എടുത്തിട്ട്. അതെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ, ഇതും 2013 വണ്ടി. 13 ആണ്. ഇതും ഇത് നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവറേജ് ആണ്, മോശം. സീറ്റ് കവർ ഒന്ന് മാറ്റി ചെയ്യേണ്ടടാ. ഇത് നല്ല കമ്പനി സീറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇതിനകത്ത് ഇത് എടുത്തു പറയേണ്ടത് 2 വീൽ മാനുവൽ ആണ്. 2 വീൽ മാനുവൽ, ഒറ്റ ലിവർ മാനുവൽ വണ്ടി. അതായത് പിന്നെ ഓട്ടോമാറ്റിക്കും അല്ല 4 വീലും അല്ല, 2 വീൽ മാനുവൽ ആണ്. അതെ. സാധാരണ നമ്മളൊരു ഇന്നോവ ഓടിച്ചോണ്ട് നടക്കണ കൊണ്ടെടുക്കാം. അതായത് ഇത് റയർ സാധനം, അങ്ങനെ എപ്പോഴും കാണാറില്ല. കിട്ടൂല. മോശമൊന്നുമില്ല കേട്ടോ. വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. പിന്നെ മെയിൻ ക്ലാസ് മാറിയതാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് മേജർ ആയിട്ടുള്ള ഒരു കേസും ഇല്ല. 13 മോഡലാണ്. 13 വണ്ടി ടൈപ്പ് 2 വരുന്ന കമ്പനി ഇറങ്ങിയ വണ്ടി. എന്താ വില? ഇത് നമ്മൾ 11 റുപ്യ ചോദിക്കും. മുണ്ടി പറയുമ്പോൾ നമ്മൾ 10.75 കൊടുക്കും, 10.5 കൊടുക്കും. ഇനി എന്തെങ്കിലും ആണെങ്കിൽ അപ്പൊ പിന്നെയും കുറച്ച് കൊടുക്കും. വേറെ കാര്യം, നല്ലോണം മുണ്ടി പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും 13 വണ്ടിയല്ലടാ. ചിലപ്പോ അതിനൊരു 5-6 ലക്ഷം ലോൺ കയറില്ലേ? ലോണ് 5-6 കിട്ടും. ശ്രീരാമനെ പോണത്തെ ബാങ്കുകൾ, ഹെഡ്ജ്, അങ്ങനത്തെ ഫിനാൻസുകളൊക്കെ, പ്രൈവറ്റ് ഫിനാൻസുകളൊക്കെ കിട്ടും. പ്രൈവറ്റ് ഒക്കെ കിട്ടും. അല്ല, അത് നമ്മളെ ഒരാളെ എന്ത് ചെയ്യലില്ല, പ്രോത്സാഹിപ്പിക്കലില്ല. ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ നിർബന്ധിപ്പിക്കൂല. പിന്നെ ശരിക്കും സാഹചര്യം അനുവദിക്കാൻ പിന്നെ തീർക്കാൻ പ്രശ്നമില്ലാതെ തീർക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം എടുത്തോളൂ. പിന്നെ വേറെ ഒന്നുണ്ട്, ഫിനാൻസ് എന്താണെന്ന് ശരിക്കും നമ്മൾ ഒരു കുറി കൂടിയ മാതിരിയാണ്. ഇത് ഇങ്ങനെ അടച്ച് 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ വണ്ടി ഫ്രീ ആവില്ലടാ. വേറെ കാര്യം, ടൊയോട്ട എടുത്താൽ കാലാകാല പൈസക്ക്
രൂപയ്ക്ക് മൂല്യം ഉണ്ടാവും. അതാണ് ഇതിന്റെ ഗുണം. 2 കൊല്ലം കഴിഞ്ഞാലും കൂടിപ്പോയ 50,000 നഷ്ടത്തിലാണെങ്കിൽ ഓക്കെ. ലാസ്റ്റ് വണ്ടിയാണ് ഈ എപ്പിസോഡിൽ. ഇതേതാ മോഡൽ? ഇത് 2015 ലാസ്റ്റ് അല്ല. ഫോർച്യൂണർ ഇഞ്ഞൊരു 5-8 ഉണ്ട്. ഇവിടെ നമുക്ക് നിർത്താൻ ഒരു പരിമിതി ആണല്ലോ അതിന്. ഈ വീഡിയോയിൽ വീഡിയോയിൽ അല്ല, ഇഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഞാൻ കാണിച്ചു തരും. ഈ എപ്പിസോഡിൽ ഇതേ പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 2009-8 മുതൽ അങ്ങോട്ട് ഇഷ്ടം 8 ഉണ്ട്, 10 ഉണ്ട്, 12, 13, 14, 15 വരെയുള്ള ഉണ്ട് വണ്ടികളുണ്ട്. വിളിച്ചേട്ടെ ഏത് വേണമെങ്കിൽ തരും. ഇത് 2015 4x4 മാനുവൽ ഒറിജിനൽ കേരള വണ്ടി. 15 4x4 ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. 15 4x4 ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഈ 4x4 റയർ സാധനം അധികം കാണാറില്ല. അതെ. എന്താ വണ്ടിന്റെ അവസ്ഥ? വണ്ടി നിലവിൽ പക്കയല്ലടാ, കുഴപ്പമൊന്നുമില്ല. ലക്ഷക്കണക്കിന് റുപ്യന്റെ വണ്ടിയല്ല. അവസ്ഥ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു പോയിപ്പിച്ചല്ലേ. നല്ല കടുമ്പുത്തൻ ടയറാട്ടോ. ഉണ്ട് ടയറൊക്കെ നല്ല ഫുൾ കട്ട് ടയറാ. അതെ. അതുപോലെ തന്നെ ഇന്റീരിയർ ജസ്റ്റ് നോക്കിയോ 4x4 ഓട്ടോമാറ്റിക്കിൽ പിന്നെ ആർക്കെങ്കിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ പലരും തപ്പി നടക്കുന്നുണ്ട്. അത്യാവശ്യം ഓഫ് റോഡൊക്കെ അതേപോലെ തന്നെ അതായത് ഓട്ടോമാറ്റിക് വേണമെന്നുള്ളവർക്ക് അല്ലേ. ഇത് വളരെ അപൂർവ ആളുകളാണ് ചോദിച്ചു വരിക. ഇതെന്താ ചോദിച്ചു വരുന്നവർക്ക് തെറ്റ് കൊടുക്കാൻ സാധനം ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും വണ്ടി നമ്മൾ കാണിച്ചിട്ട് 4x4 ഓട്ടോമാറ്റിക്കൽ ഒറ്റ വണ്ടി നമ്മൾ എടുത്തുള്ളൂ. മാത്രമല്ല ഇത് കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ നോക്കാനും ഉണ്ട് അല്ലേ. മെയിൻ്റെനൻസ് ഒന്നും നോക്കാം. ഇത് 4x4 ആവശ്യമുള്ളവന് ഇട്ടാൽ മതിയല്ലോ. അല്ലെങ്കിൽ അവരൊന്നും കാട്ടൊന്നുമില്ല. അതിനൊരു സെപ്പറേറ്റ് ഗിയറാണ്. അത് വണ്ടിയിൽ കിട്ടാൻ പോരെ. അല്ലെങ്കിൽ സാധാരണ വണ്ടി ഓട്ടോമാറ്റിക് ഓടുന്ന മാതിരി ഓടുന്ന. ഞാൻ പഠിച്ച പഠനം അങ്ങനെയാണ്. ഞാൻ പഠിച്ച കിതാബിലും അങ്ങനെയാണ്. ഇനി ബാക്കിയുള്ള തീരുമാനിക്കാം. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. എങ്ങനെയാണ് ചെക്ക് ചെയ്തോളൂ. മെയിൻ ക്ലാസ് മാറിയതാണ്. വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ മേജർ ഒന്നും ഇല്ലല്ലോ. മേജർ ആയിട്ടുള്ള ഒരു കേസും ഇല്ല. പിന്നെ കിലോമീറ്റർ ഇതിനകത്തുള്ള ജെന്യൂൻ കിലോമീറ്റർ ആണ്. 2,15,000 ഗ്യാരണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കും. ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്. ശരി. അപ്പൊ എന്തായാലും എന്താ വില കൂടി പറയും. ഇത് നമ്മൾ 16 റുപ്യൊക്കെ ചോദിക്കും. 4x4 ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ന്യായമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. 16 ലക്ഷം രൂപ. അതെ. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആയി തരും. മാക്സിമം കുറച്ച് തരും. എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ച ഇത്രയും വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും. അതിലൊന്നും ഒരു മാറ്റങ്ങൾ ഉണ്ടാവില്ല. വാട്സാപ്പിൽ ജസ്റ്റ് അത് കോൺടാക്ട് ചെയ്താൽ നമ്മളിപ്പോൾ ഒരുപാട് വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 10 ഇപ്പം കാണിച്ചു. ഇനി ബാക്കി ഇവിടെ ഒരു 5-8 വണ്ടികൾ വേറെ ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കാം അല്ലേ. അതെ. വാട്സാപ്പിൽ നമ്മൾ 4 നമ്പർ കൊടുക്കേണ്ട. അതിലൊക്കെ 4 കാറ്റലോഗ് ഉണ്ട്. അതിൽ ഒരു ഹായ് അയച്ചാൽ തന്നെ നമ്മൾ റെഡി സ്റ്റോക്ക് വണ്ടികൾ കിട്ടും. അത്രേ ഉള്ളൂ. എന്തായാലും വീണ്ടും നമ്മൾ പറയാണ്, മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് പാലക്കാട് ദേശീയ പാതയിൽ വെള്ളോമ്പർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ ഷോറൂം ഉള്ളത്. ടയോട്ടന്റെ വണ്ടി വാണ്ടിയോളി കുറെ ഒന്നും ചിന്തിക്കണ്ട, എപ്പോഴും വന്നോളി. നിങ്ങൾ രാത്രി 12 മണിക്ക് വന്നാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ടൊയോട്ട എന്ന് പറയുന്ന ഒരു വാഹനം നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. നേരെ വരിക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചോളാം. ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും